അപ്പോ ഞാൻ കൊടുത്ത കേസ് മാത്രമല്ല, ആ സാറിനെ കൊല്ലാൻ ശ്രമിച്ച കേസും പിന്നാലെ ഉണ്ടല്ലേ? അത് പിന്നെ പറയണോ? ഇവന്റെ മേടത്തിന്റെയും നെഞ്ചിൽ നല്ല ഒന്നാന്തരം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഗംഭീരമായൊരു റീത്ത് വെച്ചിട്ട് ഞാൻ പോവും. സ്വന്തം കുടുംബത്തെയും ഭാര്യയും മക്കളെയൊക്കെ ചതിച്ച് നിനക്കുള്ള ശിക്ഷ പിന്നാലെ വരുന്നുണ്ട്. അടുത്തത് അവന്തികയാണ്. പിടിച്ചോണ്ട് പോടോ. സാർ വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. സാർ കൊണ്ടോ. നടക്കടാ ഇങ്ങോട്ട്, നടക്ക്. സമ്മർദ്ദ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? ഇന്ന് വിഷമിക്കേണ്ട ദിവസമല്ല, സന്തോഷിക്കാനുള്ള ദിവസമാണ്. അവന്തികയുടെ വലം കൈ ഇടം കൈയും നമ്മൾ അറുത്തു മാറ്റി. സന്ദീപ് മൂർത്തി ഇപ്പോ പോലീസ് കസ്റ്റഡിയില്ല. ഞാൻ അറിഞ്ഞു, കാഞ്ചന വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂർത്തി ജയിലിൽ പോകുന്നതിൽ എനിക്കൊരു ദുഃഖമില്ല. പക്ഷെ സന്ദീപ്, എന്തൊക്കെയാണെങ്കിലും അവൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ? നാളെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവരൊന്നു ചേരണമെന്നാ എൻ്റെ ആഗ്രഹം. അവനും ഈ അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് ഭയങ്കര സങ്കടം. സങ്കടപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. കാഞ്ചനയോടും അമ്മയോടും ചെയ്ത ക്രൂരത സഹിക്കാൻ പറ്റുന്നല്ല. അവൻ ആരോടാ യുദ്ധം ചെയ്തത്? ആർക്ക് വേണ്ടി എങ്ങനെ മരിക്കാൻ നടക്കുന്നത്? സ്വന്തം കുടുംബം തകർത്ത അവന്തിക്ക് വേണ്ടിയോ? അങ്ങനെ നടക്കുന്ന ഒരുത്തനെ ഇനി അനിയത്തിയുടെ ഭർത്താവായി കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. അവനങ്ങ് ചത്തുപോയെന്ന് വിചാരിച്ചാ മതി. ആദ്യം ഞാൻ കരുതിയതേ ഇതെല്ലാം അവന്തികയെ ട്രാപ്പിലാക്കാനുള്ള അവന്റെ പ്ലാൻ ആയിരിക്കുന്ന. പിന്നെയല്ലേ അറിഞ്ഞത് അവൻ അവന്തികയുടെ യഥാർത്ഥ അടിമയാണെന്ന്. അവനെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ടെന്ന് ആതിരയോട് ഞാൻ പറഞ്ഞോളാം. അടുത്ത ലക്ഷ്യം അവന്തിക. അവളാണ് നമ്മളെ അടുത്ത ലക്ഷ്യം. അവളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു. താമസിയാതെ അവള് ജയിലും ആവും. അതോടുകൂടി എല്ലാത്തിനും ഒരു അവസാനമാവും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കവളെ ജയിലിൽ ചെന്നൊന്ന് കാണാൻ. അല്ല, സമൃദ്ധ ഹോസ്പിറ്റലിൽ പോയില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പോണം. എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയില് ഗൗരിമോളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. ഗോകുല് ആകെ തകർന്നിരിക്കുക. അറിയാലോ, ഗോകുലിന് ഗൗരിമോള് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൾ എന്റെ മോള് തന്നെയാ, എന്റെ പൊന്നുമോള്. അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സർജറിയുടെ ഡേറ്റ് മിക്കവാറും ഉടനെ തീരുമാനിക്കുന്ന ഗോകുല് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് സർജറി നടത്തി എന്റെ മോൾക്ക് സുഖാവണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. അത് കഴിഞ്ഞാ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ.